Hi all, welcome to today's webinar. My name is Adul. Today I'm going to introduce you our brand new billing software, Billing Billy. നിങ്ങളൊരു ഷോപ്പ് ഓണറാണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണറാണോ, അല്ലെങ്കിൽ ദിവസേന ബില്ലിംഗ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ദിസ് സെഷൻ ഇസ് ഗോയിങ് ടു ബി എ റിയൽ ലൈഫ് ചേഞ്ചർ ഫോർ യു. ഇപ്പോൾ ഈ ഒരു വെബിനാറിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് ബില്ലിംഗ് ബില്ലി എന്ന സോഫ്റ്റ്വെയറിലെ എല്ലാ ഫീച്ചേഴ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഇനി അതുമാത്രമല്ല, വീഡിയോയ്ക്ക് ശേഷം ഒരു QA സെഷനും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് വെബിനാറിലേക്ക് കടക്കാം. നമുക്കിപ്പോൾ ബില്ലിംഗ് ബില്ലിയിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളുടെ വെബ് ബ്രൗസർ എടുക്കുക. അതിനുശേഷം billingbilly.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ബില്ലിംഗ് ബില്ലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അവിടെ നിന്ന് ഇവിടെ സൈൻ അപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ബില്ലിംഗ് ബില്ലിയുടെ ലോഗിൻ പേജിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഫീൽഡ് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ ബില്ലിംഗ് ബില്ലി ഉപയോഗിക്കാൻ ഏത് ഇമെയിൽ അഡ്രസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇമെയിൽ കൊടുത്തതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു OTP കോഡ് ആവശ്യപ്പെടും. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലോട്ട് ആ OTP ഇപ്പോൾ വന്നിട്ടുണ്ടാകും. നിങ്ങൾ ലോഗിൻ ചെയ്ത ഇമെയിൽ ID എടുക്കുക. അതിലെ മെയിലിൽ നിന്ന് OTP കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താൽ മതിയാകും. എന്നിട്ട് അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ യൂസർ രജിസ്ട്രേഷൻ എന്നൊരു പേജിലേക്ക് എത്തിച്ചേരും. ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും അതുപോലെ ഫോൺ നമ്പറൊക്കെ നൽകാൻ കഴിയുന്നതാണ്. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു യൂസർ ബില്ലിംഗ് ബില്ലിയിലേക്ക് ആഡ് ആകും. ഇതിനുശേഷം നിങ്ങൾ സെലക്ട് എ കമ്പനി എന്നൊരു പേജിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്ന് നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ കമ്പനികൾ, ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഒരേ സമയം ബില്ലിംഗ് ബില്ലിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് ക്രിയേറ്റ് ന്യൂ കമ്പനി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കമ്പനി രജിസ്ട്രേഷൻ എന്നൊരു പേജിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അവിടെ ഒരു കമ്പനിയുടെ പേര്, അഡ്രസ്സ് അതുപോലുള്ള അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇനി കോൺടാക്ട് ഇൻഫർമേഷനിൽ കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി കറൻസി എന്ന ഭാഗത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കറൻസിയുടെ സിമ്പല്, അതുപോലെ അതിൻ്റെ ഫോർമൽ നെയിം, കറൻസിയുടെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. അത് ഇന്റർനാഷണൽ ആണോ ഇന്ത്യൻ ആണോ എന്നെല്ലാമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഡെസിമൽ പോയിന്റ്സ്, എത്ര ഡെസിമൽ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? യൂഷ്വലി 2 ഡെസിമൽ പോയിന്റ് ആണ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. ബില്ലിംഗ് സ്റ്റേറ്റ് ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ബാർ അടിക്കാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് %സൈൻ അഥവാ 5 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ കാണാം. ഇനി നിങ്ങളുടെ കമ്പനി ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കൊടുക്കാം, അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് കൊടുക്കാം. രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾ GST നമ്പർ കൊടുക്കേണ്ടി വരും. GST നമ്പറും പാൻ നമ്പറും കൊടുക്കാനുള്ള ഫീൽഡുകൾ ഇവിടെ കാണാം. ഇനി കോൺടാക്ട് ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ ID, നിങ്ങളുടെ കമ്പനിയുടെ ഇമെയിൽ ID ആണോ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ കൊടുക്കാം. ഇനി വാട്സാപ്പ് നമ്പറോ സപ്പോർട്ട് നമ്പറോ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇനി കറൻസിയിൽ സിമ്പിൾ
സിമ്പലിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റുപ്പീസ് ആണ്, അതുകൊണ്ട് RS ഞാൻ കൊടുക്കുകയാണ്. ഇനി ഫോർമൽ നെയിം അത് ഞാൻ റുപ്പീസ് എന്ന ഫോർമൽ നെയിം ടൈപ്പ് ചെയ്യുകയാണ്. ഇനി കറൻസി ഫോർമാറ്റ് ഇന്ത്യൻ കൊടുക്കാം, ഇന്റർനാഷണൽ ആണെങ്കിൽ അതും കൊടുക്കാം. ഇനി ഡെസിമൽ പ്ലേസ് ഞാൻ 2 കൊടുക്കുകയാണ്. ഇനി നെയിം ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്, അത് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻ മണിയെ സംബന്ധിച്ച് പൈസയാണ്. ഇനി ഇന്റർനാഷണൽ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കമ്പനി ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി ആ ക്രിയേറ്റ് ആയ കമ്പനി ഇവിടെ സെലക്ട് കമ്പനി എന്ന ഈ ഒരു ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ ആയി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമ്പനിയിലേക്ക് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ബില്ലിംഗ് ബില്ലിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഡെമോ കമ്പനി എന്ന പേരിൽ നിങ്ങളുടെ യൂസർ നെയിമിലായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്തതായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബില്ലിംഗ് ബില്ലിയുടെ ഫസ്റ്റ് പേജ്, ഹോം പേജ് ഇതാണ്. ഇതിൽ ഡാഷ്ബോർഡാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചില കണക്കുകൾ, അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, റിസീവബിൾസ്, പേയബിൾസ്, ഇതുപോലുള്ള ചില പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ നമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻകം വേഴ്സസ് എക്സ്പെൻസ് ഫോമിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതുപോലെ ക്യാഷ്, ബാങ്ക് സമ്മറി എന്നിവയുടെയൊക്കെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് ഹോം പേജിൽ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അനുസരിച്ച് അതിവിടെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കമ്പനിയെ ഒന്നെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി നമ്മളുടെ ബില്ലിംഗ് ബില്ലി സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്തതിന് ശേഷം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ യൂസർ അക്കൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണാം, പ്രൊഫൈൽ, തീം, അതുപോലെ ബിസിനസ് എന്നുള്ളതിൽ. അപ്പോൾ നിങ്ങളുടെ കമ്പനി പരമായ കാര്യങ്ങൾ, കമ്പനി എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ മാറ്റാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ബിസിനസ് എന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഒരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തത്, ഡെമോ കമ്പനി. അപ്പോൾ നിങ്ങൾക്ക് ആ കമ്പനിയെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങൾ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ബ്രാഞ്ചോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയോ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ബിസിനസ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് കമ്പനികൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരേ സമയം പല ബിസിനസ് നിങ്ങൾക്ക് ഈ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ വഴി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ നമുക്ക് മറ്റ് യൂസറുകൾ ബില്ലിംഗ് ബില്ലി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 3 ബാറുള്ള ഒരു ചിഹ്നം കാണാം. ഈ ഒരു ഹാംബർഗർ മെനു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സിന്റെ ചിഹ്നം കാണാം, സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം മാനേജ് യൂസേഴ്സ് എന്ന് മൂന്നാമത് കാണുന്ന ഈ ഒരു ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നമേ കണ്ട ബിസിനസ്സിൽ നമ്മൾ എടുത്തപ്പോൾ കണ്ടതുപോലെ തന്നെ ഒരു പേജ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ യൂസേഴ്സ് ലിസ്റ്റ് എന്നൊരു പേജ് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് പുതിയ യൂസറിനെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ കൊടുത്ത് പുതിയ യൂസറിനെ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പഴയ യൂസറിനെ തന്നെ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ആ ലിസ്റ്റിൽ നിങ്ങളുടെ യൂസറിന്റെ പേര് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അത് റിമൂവ് ചെയ്യണമെങ്കിൽ, ആ യൂസറെ റിമൂവ് ചെയ്യണമെങ്കിൽ ടെർമിനേറ്റ് കൊടുത്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ യൂസറിനെയും അതുപോലെ ഡിഫറെൻറ്റ് കമ്പനീസും നമുക്ക് എഡിറ്റ് ആൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബില്ലിംഗ് ബില്ലിയിൽ എങ്ങനെ നമുക്ക് സെയിൽ, പർച്ചേസ്, അതുപോലെ ഐറ്റംസ് ആഡ് ചെയ്യുക, അതുപോലെ പാർട്ടി ആഡ് ചെയ്യുക, ബിസിനസ് ക്ലയൻസിനെ ആഡ് ചെയ്യുക, എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ഈ ഒരു 3 ചിഹ്നത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണാം. മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡ്. ഇതിൽ നമ്മൾ പർച്ചേസ്, സെയിൽസ് അതുപോലെയുള്ള ഇൻവോയ്സുകൾ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടാബാണ് ഈ ട്രാൻസാക്ഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണ്. ട്രാൻസാക്ഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ്, അതുപോലെ പല തരത്തിലുള്ള വൗച്ചേഴ്സ്. ഇനി നമ്മളിവിടെ ERP എന്നൊരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഓൾ, ഫേവറേറ്റ്, ERP, സർവീസ് എന്നീ 4 ടാബുകൾ ERP എന്ന ഭാഗം. ERP എന്ന ഭാഗം നിൽക്കുകയാണെങ്കിൽ നമുക്ക് വൗച്ചേഴ്സുകൾ മാത്രം, പർച്ചേസ്, സെയിൽസ് അതുപോലുള്ള വൗച്ചേഴ്സുകൾ മാത്രമായിട്ട് കാണും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ മറ്റ് സർവീസ് പരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് അവയൊന്നും വേണ്ട, നമുക്ക് വൗച്ചേഴ്സ് മാത്രം മതിയെങ്കിൽ ERP നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൗച്ചേഴ്സ് മാത്രമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, സെയിൽസ്, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, സെയിൽസ് റിട്ടേൺ ഇതുപോലുള്ള പ്രധാനപ്പെട്ട വൗച്ചറുകൾ മാത്രം ഇപ്പോൾ ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഒരു സെയിൽ അടിച്ച് നോക്കാം. നമ്മളൊരു സെയിലിലേക്ക് പോവുകയാണ്. ഒരു സെയിൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ഇപ്പോൾ കണ്ടില്ലേ, ഒരു സെയിൽ നമ്മൾ എടുത്തപ്പോൾ ഒരു സെയിൽസ് രജിസ്റ്ററിലേക്കാണ് അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചത്.
എന്നാൽ ഈ സെയിൽസ് രജിസ്റ്ററിൽ ഇപ്പോൾ നമ്മൾ ഒരു സെയിലും ചെയ്യാത്തതിനാൽ ഇതിപ്പോൾ എം ടി ആയിട്ട് കാണുകയാണ്. നമ്മൾ ഓരോ സെയിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിവിടെ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. നമുക്കൊരു സെയിലിലേക്ക് പോകാം. നമുക്ക് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ സെയിൽ എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു സെയിൽ ചെയ്യാൻ എന്തെല്ലാമാണ് ആവശ്യം? നമുക്ക് ഒരു ക്ലയൻറ്റ് വേണം, നമ്മൾ ആർക്കാണ് സെയിൽ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ക്ലയൻറ്റ് വേണം. അതുപോലെ നമ്മൾ എന്താണ് സെയിൽ ചെയ്യാൻ പോകുന്നത്, ഒരു പ്രൊഡക്റ്റ് വേണം നമുക്ക്, അല്ലേ? ഇനി അതുപോലെ നമ്മൾ എവിടെ നിന്നാണ് ആ പ്രൊഡക്റ്റ് എടുക്കുന്നത്, നമ്മുടെ സ്റ്റോക്ക് എടുക്കുന്നത് എവിടെയാണ്, അപ്പോൾ ഒരു വെയർ ഹൗസ് വേണം നമുക്ക്, അല്ലേ? ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ശരി, നമുക്കിപ്പോൾ അതെല്ലാം ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം നമ്മുടെ ക്ലയൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്യാൻ പോകുന്നത് അവരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ സെയിൽ പേജിലെ പാർട്ടി എന്ന ഈ ഒരു ഫീൽഡ് നമുക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്യാം. ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് സ്പേസ് ബാർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ Shift+5 അഥവാ % സൈൻ അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോപ്പ് ഡൗൺ ആക്റ്റീവ് ആവും. ഇപ്പോൾ നമ്മൾ പാർട്ടികളെ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ മറ്റൊന്നും വന്നിട്ടില്ല. എന്നാൽ അവിടെ ആഡ് ന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ ഒരു പാർട്ടിയുടെ നെയിം കൊടുക്കാം. ഇവിടെ ഞാനൊരു പേര് കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങൾക്ക് മറ്റ് പല ഡീറ്റെയിലുകൾ ഇവിടെ പാർട്ടിയെ സംബന്ധിച്ച് കൊടുക്കാനാകും. പാർട്ടിക്ക് ഒരു ലീഗൽ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അദ്ദേഹത്തിന് കോൺടാക്ട് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതുപോലെ പാർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ചില ഫീൽഡുകളുണ്ട്. അവയാണ് ഈ രജിസ്ട്രേഷൻ ടൈപ്പ്, അതുപോലെ പാർട്ടി ടൈപ്പ്, ഇനി അതുപോലെ പാർട്ടിയുടെ അക്കൗണ്ട്, ഇനി എന്നിവയല്ല. ഇത് നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റേർഡ് ടൈപ്പ് ആണോ അൺരജിസ്റ്റേർഡ് ടൈപ്പ് ആണോ എന്ന് കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ രജിസ്ട്രേഷൻ ടൈപ്പിൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ കഴിയും. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഒന്നുകിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ്. നിങ്ങളുടെ പാർട്ടി രജിസ്റ്റേർഡ് ആണോ അൺരജിസ്റ്റേർഡ് ആണോ എന്ന് ഇവിടെ കൊടുക്കാൻ കഴിയും. രജിസ്റ്റേർഡ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ GST നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് GSTയുടെ മുകളിൽ ഒരു സ്റ്റാർ സിമ്പിൾ കാണിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ അൺരജിസ്റ്റേർഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ GST നമ്പർ നിർബന്ധമല്ല. അൺരജിസ്റ്റേർഡ് കൊടുക്കുമ്പോൾ ആ സ്റ്റാർ ചിഹ്നം GSTയുടെ അവിടെ നിന്ന് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പാർട്ടി ടൈപ്പ്, അതായത് പാർട്ടി എത്തരത്തിലുള്ളൊരു പാർട്ടിയാണിത്, ഇത് ഒരു സെയിൽ പാർട്ടിയാണോ അതോ പർച്ചേസ് പാർട്ടിയാണോ എന്നെല്ലാം നമുക്കിവിടെ രേഖപ്പെടുത്താൻ കഴിയും. അതായത് നമ്മളിപ്പോൾ സെയിൽ നടത്താൻ പോകുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കും. എന്നാൽ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സപ്ലയർ എന്ന് കൊടുക്കാം. ഇനി അദ്ദേഹം ട്രാൻസ്പോർട്ടറോ മാനുഫാക്ചറോ അത് ആവശ്യാനുസരണം നമുക്ക് കൊടുക്കാൻ കഴിയും. ഞാനിപ്പോൾ അദ്ദേഹത്തെ ഒരു കസ്റ്റമറായി തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട്, ഏത് വിഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് എന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ കഴിയും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സെയിൽ നടത്തുന്ന പാർട്ടികൾ സൺട്രി ഡെപ്റ്റേഴ്സും നമ്മൾ പർച്ചേസ് നടത്തുന്ന പാർട്ടികൾ സൺട്രി ക്രെഡിറ്റേഴ്സുമാണ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. അത് നിങ്ങൾക്ക് ഉചിതം പോലെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്ക് മറ്റ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയും. അഡ്രസ്സ് തൊട്ടപ്പുറത്തെ ടാബിൽ, ഈ മെയിൻ ടാബിൻ്റെ തൊട്ടപ്പുറത്ത് അഡ്രസ്സ് എന്നൊരു ടാബുണ്ട്. അവിടെ ബില്ലിംഗ് അഡ്രസ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി ഷിപ്പിംഗ് അഡ്രസ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി അതുപോലെ മോർ എന്ന ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നെയിം, അക്കൗണ്ട് നമ്പർ എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഇതിനുശേഷം ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ ആ പാർട്ടി സേവ് ആയി കഴിഞ്ഞു. ഇനി എനിക്ക് ആ പാർട്ടിയെ ഇവിടെ പാർട്ടി ഡ്രോപ്പ് ഡൗണിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആ കസ്റ്റമറിനെ എടുക്കുകയാണ്. ഇപ്പോൾ കസ്റ്റമറായി, ക്ലയൻറ്റ് എന്നൊരു ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അടുത്തതാണ് നമുക്ക് പ്രൊഡക്റ്റ് വേണം, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ തൊട്ടിപ്പുറത്തുള്ള പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിലോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് ഒക്കെ ഫില്ല് ചെയ്യാവുന്ന ഗ്രിഡുകൾ ഇവിടെ കാണാൻ കഴിയും. പ്രൊഡക്റ്റ്, അതിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ് എന്നിവയൊക്കെ കൊടുക്കാനുള്ള ഒരു വിഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ കീഴിൽ വന്നിട്ട് അതും ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. അവിടെ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ന്യൂ എന്നൊരു ബട്ടൺ അവിടെയും കാണാം. ആഡ് ന്യൂ കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ്ലി നിങ്ങൾ
പ്രൊഡക്റ്റ് ക്രിയേഷൻ പേജിലോട്ട് ചെന്നെത്തുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. പ്രൊഡക്റ്റിന് കോഡ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് കൊടുക്കാം. പ്രൊഡക്റ്റ് കോഡ് കൊടുക്കുക. ഇനി പ്രൊഡക്റ്റിന് HSN കോഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാനാകും. ഇനി അതുപോലെ പ്രൊഡക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് കൊടുക്കാനാകും. ഞാനിപ്പോൾ ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിർബന്ധമായും ചില ഫീൽഡുകൾ റിക്വയർമെൻ്റ് ഉണ്ട്. അതാണ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്, ടാക്സ് ഗ്രൂപ്പ്, യൂണിറ്റ് എന്നിവ പോലുള്ളത്. ഇത് നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ട ചില ഫീൽഡുകളാണ്. അതുപോലെ ഐറ്റം ടൈപ്പും നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. എന്താണ് ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല പ്രൊഡക്റ്റുകൾ, ഒരേ കാറ്റഗറിയിൽ വരുന്ന പല പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ നമ്മൾ വിൽക്കുന്നുണ്ടാകും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടെലിവിഷൻ്റെ തന്നെ പല ബ്രാൻഡിലെ ടെലിവിഷൻ ചിലപ്പോൾ നമുക്ക് സെയിൽ ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ പല ബ്രാൻഡിലെ ടെലിവിഷനുകളെയും നമുക്ക് ഒറ്റ പ്രൊഡക്റ്റ് ഗ്രൂപ്പായ ടെലിവിഷൻ എന്ന ഒറ്റ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ ഇവയെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതിനാണ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് എന്ന ഒരു ഫീൽഡിൽ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആഡ് ന്യൂ ടാബ് കാണാം. ഇവിടെ ആഡ് ന്യൂ കൊടുക്കുക. ആഡ് ന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ടെലിവിഷൻ എന്നൊരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം അതിൻ്റെ യൂണിറ്റ് ഞാൻ ഇവിടെ നിന്ന് തന്നെ കൊടുക്കുകയാണ്. യൂണിറ്റ് ഓൾറെഡി 3 യൂണിറ്റുകൾ ബില്ലിംഗ് ബില്ലിൽ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്: മീറ്റർ, നമ്പേഴ്സ് ആൻഡ് കിലോഗ്രാം. ഇനി നിങ്ങളുടേതായ മറ്റ് യൂണിറ്റുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ന്യൂ കൊടുത്ത് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്താൽ നിങ്ങൾക്ക് ആ യൂണിറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. ഞാനിപ്പോൾ യൂണിറ്റ് നമ്പേഴ്സിൽ കൊടുക്കുകയാണ്. ഇനി അതുപോലെ HSN കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് HSN കോഡ് ഇവിടെ നിന്ന് ഈ ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കാൻ കഴിയും. അതുപോലെ ടാക്സ് ഗ്രൂപ്പും ഇവിടെ 3 ടാക്സ് ഗ്രൂപ്പുകൾ ഡീഫോൾട്ട് ആയിട്ടുണ്ട്. GST ഗ്രൂപ്പുകളാണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ആഡ് ന്യൂ ഉപയോഗിച്ച് അതും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ആ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ കൊടുത്ത GSTയും ടാക്സ് ഗ്രൂപ്പും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഈ പ്രൊഡക്റ്റിലേക്ക് ലോഡായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊന്നാണ് ഐറ്റം ടൈപ്പ്. ഈ ഒരു പ്രൊഡക്റ്റ് എത്തരത്തിലുള്ളൊരു ഐറ്റമാണ്. അതായത് പ്രൊഡക്റ്റുകൾ 2 തരത്തിലുണ്ട്. ഒന്നുകിൽ അത് ഒരു ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സർവീസ് ആയിരിക്കാം, അല്ലേ? ഇപ്പോൾ ഇതുപോലുള്ള ടെലിവിഷൻ പോലുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ അതൊരു ഗുഡ്സ് ടൈപ്പാണ്. ഇനി ഇപ്പോൾ സർവീസ് ചാർജ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊരു സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയും. ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഗുഡ്സും സർവീസും എന്ന രീതിയിൽ അത് കാണാൻ കഴിയും. ഗുഡ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കായിട്ടായിരിക്കും അത് നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയറിൽ റിഫ്ലക്റ്റ് ചെയ്യുക. എന്നാൽ നമ്മൾ സർവീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അക്കൗണ്ടിലേക്കായിരിക്കും, ആ സർവീസിൻ്റെ അക്കൗണ്ടായിട്ട് നമ്മൾ മാപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് കൊടുക്കേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ആ അക്കൗണ്ട് നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് ആ ഒരു സർവീസിന് വേണ്ടിയുള്ള പണം നമുക്ക് റിസീവ് ആവേണ്ടത്, ആ അക്കൗണ്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ ചില അക്കൗണ്ടുകൾ ഓൾറെഡി ഡീഫോൾട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആഡ് ന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ആ അക്കൗണ്ട് ഏത് വിഭാഗത്തിൽ വരുന്നുവെന്നും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ മാപ്പ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ശരി, ഇപ്പോൾ ടെലിവിഷൻ ഒരു ഗുഡ്സ് ആണ്, അതുകൊണ്ട് ഞാൻ ഗുഡ്സ് സെലക്ട് ചെയ്യാണ്. ഇനി അതിൻ്റെ MRP എനിക്കിവിടെ ഓൾറെഡി വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ തന്നെ അസൈൻ ചെയ്യാൻ കഴിയും. ഇനി അതിനുശേഷം അതർ ഡീറ്റെയിൽസ് എന്ന ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ മറ്റ് ഡീറ്റെയിലുകൾ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ പ്രൊഡക്റ്റ് ഓപ്പണിംഗ് എന്നൊരു ഭാഗത്തേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈവശം ഇപ്പോൾ എത്ര ഉണ്ട് എന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകാൻ സാധിക്കുന്ന ഒന്നാണ്. അതായത് ഇവിടെ പ്രൊഡക്റ്റ് ഓപ്പണിങ്ങിൽ നിങ്ങൾക്കൊരു ഡീഫോൾട്ട് വെയർഹൗസ് കാണാൻ സാധിക്കും. അതായത് ബില്ലിംഗ് ബില്ലിൽ ഒരു വെയർഹൗസ് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വെയർഹൗസ്, നിങ്ങളുടെ സ്റ്റോക്ക് എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള നിങ്ങളുടേതായ വെയർഹൗസുകൾ നിങ്ങൾക്ക് ബില്ലിംഗ് ബില്ലിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ ഓരോ വെയർഹൗസിലും എത്ര പ്രൊഡക്ട്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അതിലേക്ക് അസൈൻ ചെയ്ത് നൽകാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഡീഫോൾട്ട് ആയിട്ടൊരു വെയർഹൗസ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 10 സ്റ്റോക്ക് നൽകുകയാണ്. ഈ പ്രൊഡക്റ്റിന്റെ 10 സ്റ്റോക്ക് നൽകുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റേറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് മറ്റ് വെയർഹൗസുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ മെയിനിലേക്ക് വന്നതിന് ശേഷം, ഈ സെയിൽ പേജിൽ തന്നെ മെയിനിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഗോ ഡൗൺ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഗോ ഡൗണിൽ ഡ്രോപ്പ് ഡൗൺ ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗോ ഡൗണുകളും ആഡ് ന്യൂ ബട്ടണും നമുക്കിവിടെ കാണാൻ കഴിയും. ആഡ് ന്യൂ കൊടുത്ത് നിങ്ങൾക്ക് പുതിയ വെയർഹൗസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വെയർഹൗസിന്റെ പേര്, അഡ്രസ്സ്, പിൻകോഡ്, ലാൻഡ്മാർക്ക്, സിറ്റി എന്നിവയൊക്കെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയൊരു വെയർഹൗസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ വെയർഹൗസുകളെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ മുന്നമേ കാണിച്ചതുപോലെ പ്രൊഡക്റ്റിലെ ഓപ്പണിങ്ങിൽ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് ആ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ക്രമം അനുസരിച്ച് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് സ്റ്റോക്കിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തോളും. ശരി, ഇനി നമുക്ക് ആ പ്രൊഡക്റ്റ്, നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത LG ടെലിവിഷൻ എന്നൊരു പ്രൊഡക്റ്റ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ പ്രൊഡക്റ്റിനോടൊപ്പം ഞാൻ നൽകിയ റേറ്റും ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി വിസിബിൾ ആയിട്ടുണ്ട്, ലോഡ് ആയിട്ടുണ്ട്. അതെനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, സെയിൽ നടത്തുമ്പോഴും പർച്ചേസ് നടത്തുമ്പോഴും ഒക്കെ നമ്മൾ ലൊക്കേഷൻ, അതായത് ഇവിടെ ഗോ ഡൗൺ എന്നൊരു ഭാഗമുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായും പൂരിപ്പിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് എവിടെ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. വെയർഹൗസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നമേ കാണിച്ചു. ഇനി നമുക്ക് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. ഇനി നമുക്ക് മറ്റു പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്ലസ് ചിഹ്നം നെക്കി നമുക്ക് മറ്റ് ഗ്രിഡുകൾ ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടുന്ന് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം, പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. അത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പോപ്പപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മളുടെ പേയ്മെന്റ് മോഡുകളും ക്യാഷ് ഒക്കെ റിസീവ് ചെയ്യേണ്ട ഫീൽഡുകൾ വരുന്നത് ഇവിടെയാണ്. ഇപ്പോൾ നമുക്ക് പേയ്മെന്റ് മോഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. 3 പേയ്മെന്റ് മോഡുകൾ ഡീഫോൾട്ട് ആയിട്ട് നമുക്കിവിടെ ഉണ്ട്. ബില്ലിംഗ് ബില്ലിലുണ്ട് കാർഡ്, ക്യാഷ്, UPI. ഇനി മറ്റ് പേയ്മെന്റ് മോഡുകൾ വഴി നിങ്ങൾ പൈസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പേയ്മെന്റ് മോഡുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് മോഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ക്യാഷ് 5000 ആണ് ടോട്ടൽ നിങ്ങൾക്ക് വരുന്നത്. അത് ക്യാഷ് ആയിട്ട് ഇവിടെ നൽകണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് സേവ് ചെയ്താൽ ഇപ്പോൾ സെയില് സേവായി. നിങ്ങൾക്ക് ക്യാഷ് റിസീവ്ഡ് ആയത് ₹5000 നിങ്ങൾക്ക് റിസീവ് ആയിട്ട് ഇവിടെ കാണിക്കും. ബാലൻസ് ഒന്നും തന്നെ തിരികെ കിട്ടാനില്ല. അപ്പോൾ തന്നെ നടത്തുന്ന ക്യാഷ് ട്രാൻസാക്ഷനുകൾ അല്ലെങ്കിൽ സെയിലുകൾ, അപ്പോൾ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സെയിലുകളെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ, അതായത് കടമായിട്ടാണ് നിങ്ങൾ പൈസ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാം. ഞാൻ വീണ്ടും ആ ബില്ലിനെ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ക്യാഷ് പേയ്മെൻറ്റിൻ്റെ അവിടെ കൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ക്രെഡിറ്റ് എന്ന ഭാഗത്തിൻ്റെ അടിയിലുള്ള എമൗണ്ടിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ആ പൈസ കിട്ടിയതായിട്ട് കാണിക്കുകയാണ്. ഇപ്പോൾ ഇനി എനിക്ക് ക്രെഡിറ്റിൻ്റെ ആ ഒരു ഫീൽഡിൽ ഞാൻ ഇപ്പോൾ ക്രെഡിറ്റ് എമൗണ്ട് എൻ്റർ ചെയ്തു. ഇനി എത്ര ദിവസമാണ് അതിന് ഡ്യൂ, എത്ര ദിവസത്തിനുള്ളിലാണ് ആ പൈസ കിട്ടാനുള്ളത് എന്നുള്ളത് ഞാനിവിടെ കൊടുക്കുകയാണ്. അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ഇനി റീമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം ഞാൻ സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ബില്ല് സേവായി. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ റിസീവ്ഡിന് കീഴിൽ 0 ആണുള്ളത്. അതുപോലെ ബാലൻസിൻ്റെ അവിടെ 5000. അതായത് ഈ പ്രൈസ് നമുക്ക്, അല്ലെങ്കിൽ ഈ ക്യാഷ് നമുക്ക് ക്രെഡിറ്റ് ആണ്. അത് അല്ലെങ്കിൽ ഈ ക്യാഷ് നമുക്ക് കിട്ടാനുള്ളതാണ്. ബാലൻസ് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഈ നമുക്ക് കിട്ടാനുള്ള ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെ നമുക്ക് സ്വീകരിച്ചെന്ന് എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയറിലൂടെ കാണിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. അതിനാണ് നമുക്ക് റെസിപ്റ്റ് ഓപ്ഷൻ ഉള്ളത്. റെസിപ്റ്റ് വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് കടമായി
കൊടുത്തിരിക്കുന്ന പൈസ നമുക്ക് തിരിച്ച് മേടിക്കാവുന്നതാണ്. അതിന് നമ്മൾ തിരിച്ച് ഈ ഒരു ഹാംബർഗർ മെനുവിലേക്ക് വരിക, ഈ 3 ബാർ മെനുവിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാറുള്ള ട്രാൻസാക്ഷനിൽ തന്നെ തിരികെ വരിക. എന്നിട്ട് സെയിലിൻ്റെ അടിയിൽ തന്നെ റെസിപ്റ്റ് എന്നൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഈ റെസിപ്റ്റ് എടുക്കുക. റെസിപ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ സെയിൽ അടിച്ചതുപോലെ തന്നെ ഒരു പുതിയ റെസിപ്റ്റ് ഉണ്ടാക്കുക, ന്യൂ റെസിപ്റ്റ് കൊടുക്കുക. ന്യൂ റെസിപ്റ്റ് കൊടുത്തതിന് ശേഷം എവിടെ നിന്നാണ് നമ്മൾ ഈ പൈസ നമുക്ക് തിരിച്ചു കിട്ടാനുള്ളത്, ആ ഒരു പാർട്ടിയെ നമ്മൾ റിസീവ്ഡ് ഫ്രം എന്ന ഫീൽഡിന് താഴെ സെലക്ട് ചെയ്യുക. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്, നമുക്ക് ഓൾറെഡി നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ആ ഒരു കസ്റ്റമറുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും. അവരെ സെലക്ട് ചെയ്താൽ ഉടനെ അവരുമായി നമ്മൾ നടത്തിയ എല്ലാ ട്രാൻസാക്ഷൻ്റെയും ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പൈസ നമുക്കിവിടെ കാണാൻ സാധിക്കും. 5000 രൂപ, അതെ 5000 റുപ്പീസാണ് നമുക്ക് കിട്ടാനുള്ളതായി കാണിക്കുന്നത്, നമ്മൾ മുൻപ് നടത്തിയ ആ ഒരു ട്രാൻസാക്ഷനിൽ നിന്ന്, സെയിൽ ട്രാൻസാക്ഷനിൽ നിന്ന്. അപ്പോൾ നമുക്ക് അദ്ദേഹം 5000 രൂപ നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ മണി അദ്ദേഹം തിരിച്ചു തരികയാണെങ്കിൽ നമുക്കിവിടെ പേയ്മെൻറ്റിൽ അത് എത്രയാണോ അദ്ദേഹം തന്നത് അത് നമുക്കിവിടെ രേഖപ്പെടുത്താൻ കഴിയും. അതിനുശേഷം നമുക്കിത് ആ ക്യാഷ് നമുക്ക് തന്ന പേയ്മെൻറ്റ് മോഡ് കൂടി നമ്മളിവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മോഡ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പേയ്മെൻറ്റ് മോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ന്യൂ കൊടുത്ത് പുതിയ പേയ്മെൻറ്റ് മോഡ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ന്യൂ കൊടുത്താൽ പേയ്മെൻറ്റ് മോഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, അതേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഒരു അക്കൗണ്ട് ആയിട്ട് വേണമെങ്കിലും, ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിൽ അതിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം UPI, ചെക്ക്, ബാങ്ക് ട്രാൻസ്ഫർ, കാർഡ് എന്നിവ കാണാം. ഈ രീതിയിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മോഡുകളെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ് മോഡ് നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു പേയ്മെൻറ്റ് മോഡ് ഓൾറെഡി ഇതിലുള്ളത് കൊടുക്കുകയാണ്. ഞാൻ ക്യാഷ് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇൻചാർജ് എന്ന ഈ ഒരു ഫീൽഡ് കൂടി നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഇൻചാർജ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന യൂസേഴ്സ് ആണ്. നമ്മൾ ഏത് യൂസറാണോ ഈ പൈസ വാങ്ങുന്നത് ആ യൂസറിന് അദ്ദേഹത്തിൻ്റെ ഇൻചാർജ് നെയിം കൊടുക്കാം. അതിനുശേഷം സേവ് ചെയ്യാം. ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ ഈ റെസിപ്റ്റ് സേവായി. ഇപ്പോൾ ആ പൈസ, നമുക്ക് കിട്ടാനുള്ള ആ ഒരു ക്യാഷ് നമ്മൾ മേടിച്ചതായിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മൾ നടത്തിയ ആ സെയിലിലേക്ക് തിരികെ ചെന്നിട്ട് സെയിൽ രജിസ്റ്ററിൽ തിരികെ ചെന്നിട്ട് ആ സെയിൽ വൗച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ റിസീവ്ഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മൾക്ക് ആ 5000 റുപ്പീസ് നമ്മൾ മേടിച്ചതായിട്ട് ഈ സെയിലിൽ കാണാൻ സാധിക്കും. അപ്പോൾ സോഫ്റ്റ്വെയറിൽ അത് എൻ്റർ ആയിട്ടുണ്ടെന്ന് അങ്ങനെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ബാലൻസ് 0 റുപ്പീസ്. അതെ, അപ്പോൾ ഈ ഒരു സെയിൽ കംപ്ലീറ്റ് ആയി, നമുക്ക് പൈസയും കിട്ടാനുള്ളത് തിരികെ കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സെയിലുകൾ നടത്താം. ഡയറക്റ്റ് പേയ്മെൻറ്റ് സെയിലുകളും അതുപോലെ ക്രെഡിറ്റ് സെയിലുകളും ഇങ്ങനെ നമുക്ക് നടത്താം. ഇങ്ങനെയാണ് നമ്മൾ സെയിൽ എന്നൊരു ട്രാൻസാക്ഷൻ ബില്ലിംഗ് ബില്ലിൽ ചെയ്യുന്നത്. ഇനി നമുക്കെങ്ങനെ ഒരു പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ വീണ്ടും ട്രാൻസാക്ഷനിൽ വരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് പർച്ചേസ് എടുക്കുന്നു. നമ്മൾ എങ്ങനെയാണോ ഒരു സെയിൽ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ന്യൂ കൊടുക്കുന്നു. അതിനുശേഷം പാർട്ടി എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഗോഡൗൺ കൊടുക്കുന്നു. എവിടെയാണോ, ഏത് ഗോഡൗണിലേക്കാണോ നമ്മൾ സ്റ്റോക്ക് വാങ്ങാൻ പോകുന്നത് ആ ഒരു ഗോഡൗൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഡക്റ്റുകൾ എൻ്റർ ചെയ്യുന്നു. നമുക്ക് പ്രൊഡക്റ്റുകൾ ഇവിടെ നിന്നും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ആഡ് ന്യൂ കൊടുത്തുകൊണ്ട്. അതിനുശേഷം എത്ര പ്രൊഡക്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ പർച്ചേസ് റേറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലാകും. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് പേയ്മെൻറ്റ്സും ചെയ്യാം. ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് സേവ് ആയാൽ അപ്പോൾ തന്നെ അത് സേവ് ആയതായി കാണിക്കും. ക്രെഡിറ്റ് പേയ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പേയ്മെൻറ്റിൽ ആ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. ഈ ക്രെഡിറ്റ് പേയ്മെൻറ്റുകൾ നമുക്ക് ബില്ലിംഗ് ബില്ലിയിൽ
എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനിലൂടെയാണ്. അതും നമ്മൾ ഈ ട്രാൻസാക്ഷൻ എന്ന വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ റെസിപ്റ്റ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മൾ ന്യൂ കൊടുത്തൊരു പുതിയ പേയ്മെൻറ്റ് ഉണ്ടാക്കുന്നു. ആ പേയ്മെൻറ്റിൽ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ആ പർച്ചേസ് ചെയ്ത കമ്പനിയുടെ പേര് കൊടുക്കാം. അപ്പോൾ അവരുടെ പർച്ചേസ് നമ്മൾ നടത്തിയ ആ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, 35,000 റുപ്പീസ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെയിം നമ്മൾ റിസീപ്റ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ പേയ്മെൻറ്റിൽ നമുക്ക് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേയ്മെൻറ്റ് മോഡ് കൊടുക്കാം. നമ്മൾ ഏത് രീതിയിലാണോ ക്യാഷ് പേ ചെയ്യുന്നത് ആ പേയ്മെൻറ്റ് മോഡ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻചാർജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും സേവ് ആവുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പർച്ചേസും നടത്താൻ സാധിക്കും. പർച്ചേസിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സെയിൽ ആൻഡ് പർച്ചേസ് ബില്ലിംഗ് ബില്ലിൽ ഈസിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്ത സെയിലുകളും ട്രാൻസാക്ഷനുകളൊക്കെ ഇപ്പോൾ നമുക്ക് തിരികെ വരികയാണെങ്കിൽ, അതായത് റിട്ടേൺ വരികയാണെങ്കിൽ, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇത് പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ട്രാൻസാക്ഷൻ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് റിട്ടേൺ സെയിൽസ് റിട്ടേൺ എന്ന ഓപ്ഷനിൽ കാണാം. അവിടെ നിന്ന് നിങ്ങൾക്ക് സെയിൽസ് റിട്ടേൺ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എടുക്കുക, അവിടെ നിന്ന് ന്യൂ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ പോലെ തന്നെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അവിടെ ഏത് പാർട്ടിക്കാണോ സെയിൽ റിട്ടേൺ അടിക്കേണ്ടത് അവരുടെ പേര് നൽകുക, അതുപോലെ ഗോഡൗൺ നൽകുക, നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആ സ്റ്റോക്ക് എടുക്കാൻ പോകുന്നത്, സെയിൽസ് റിട്ടേൺ എവിടേക്കാണ് നമ്മുടെ സ്റ്റോക്ക് വരാൻ പോകുന്നത്, ഇനി അതുപോലെ ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ സെയിൽസ് റിട്ടേൺ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി എന്നിവ കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺ ആയി നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ എൻ്റർ ആവും. ഇങ്ങനെ നിങ്ങൾക്ക് സെയിൽസ് റിട്ടേൺ ചെയ്യാം. ഇതുപോലെ പർച്ചേസ് റിട്ടേണും ഇതേ മാതൃകയിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷനിൽ നിന്ന് ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ ഇൻകം, എക്സ്പെൻസ്, അതുപോലെ സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ ഔട്ട്, ഇങ്ങനെയുള്ള മറ്റ് പല ഓപ്ഷനുകളും നിങ്ങൾക്ക് ഇതേ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ബില്ലിംഗ് ബില്ലിൽ ഈസിലി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബില്ലിംഗ് ബില്ലിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതും അതുപോലെ മറ്റ് പ്രൊഡക്റ്റ് ഐറ്റംസ് എന്നിവ പോലുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പം നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ നടത്തുന്ന ട്രാൻസാക്ഷൻസിൻ്റെ അതുപോലെ നമ്മളുടെ സ്റ്റോക്കിൻ്റെയൊക്കെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഈ മെനുവിൽ തന്നെ മൂന്നാമത്തെ ഭാഗം റിപ്പോർട്ട്സ് എന്നൊരു ഭാഗം നമുക്കിവിടെ ലഭ്യമാണ്. ആ റിപ്പോർട്ട്സിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യത്യസ്തമായ പല റിപ്പോർട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റോക്ക് ലെഡ്ജർ, റിസീവബിൾ പേയബിൾ സ്റ്റോക്ക് മൂവ്മെൻറ്റ്, റിസീവബിൾ പേയബിൾ സമ്മറി, അക്കൗണ്ട്സ് ലെഡ്ജർ, ഇങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇതിൽ നമ്മൾ സ്റ്റോക്ക് ലെഡ്ജർ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, അതായത് നമുക്കിപ്പോൾ എത്ര കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, ഓരോ പ്രൊഡക്ട്സും എത്ര സ്റ്റോക്ക് കയ്യിലുണ്ട്, എത്ര ക്വാണ്ടിറ്റി സെയിലായി, എത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തു, അങ്ങനെയുള്ള പല വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ LG ടെലിവിഷനാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തതും പർച്ചേസ് ചെയ്തതൊക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ LGയുടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ കൊടുത്ത ഓപ്പണിംഗ് വാല്യൂ ആണ്. ആ ഓപ്പണിംഗ് വാല്യൂ ആണ് 10 എന്ന രീതിയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് എടുത്താൽ കാണാൻ സാധിക്കും. വീണ്ടും ആ പ്രൊഡക്റ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാർട്ടികളെയും പ്രൊഡക്റ്റുകളെയും വീണ്ടും നമ്മൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മെനുവിൽ തന്നെ പോയി ഈ മാസ്റ്റേഴ്സ് സെക്ഷനിൽ ചെന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഓരോന്നും എടുത്ത് കാണാൻ സാധിക്കും. ഈ മാസ്റ്റേഴ്സ് സെക്ഷനിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ് രജിസ്റ്റർ, പാർട്ടി രജിസ്റ്റർ എന്നിവ എല്ലാത്തിൻ്റെയും രജിസ്റ്ററുകൾ, നമ്മൾ ഉണ്ടാക്കുന്ന ഓരോന്നിൻ്റെയും രജിസ്റ്റർ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ മാസ്റ്റർ സെക്ഷനിൽ പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ കഴിയും. ഇനി അതുപോലെ മാസ്റ്റർ സെക്ഷനിൽ പോയിട്ട് നമ്മൾ പാർട്ടി, വെയർ ഹൗസ് എന്നിവയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ പാർട്ടിയുടെയും പ്രൊഡക്റ്റിൻ്റെയും വെയർ ഹൗസിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളുടെയൊക്കെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നമുക്ക് അവ എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വരികയാണ്. പ്രൊഡക്റ്റ് LG ടെലിവിഷൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ
നമ്മൾ നേരിട്ട് ആ ഒരു ഇതിലേക്ക് പോകും. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ കൊടുത്ത് എഡിറ്റ് ചെയ്യാം. ഇതുപോലെ എല്ലാ മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഇത്തരത്തിലെടുത്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പ്രൊഡക്റ്റ് ഓപ്പണിംഗ് എന്ന ഭാഗത്ത് ഞാൻ LG ടെലിവിഷൻ 10 ക്വാണ്ടിറ്റിയാണ് ഞാൻ കൊടുത്തിരുന്നത് ഓപ്പണിംഗ് ക്വാണ്ടിറ്റിയായി. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ലെഡ്ജർ എന്ന റിപ്പോർട്ടിൽ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി 10 അത് കാണിച്ചത്. ഇനി സെയിൽസ് ക്വാണ്ടിറ്റി, ഞാൻ ഒരെണ്ണം സെയിൽ ചെയ്തത് നമ്മൾ ഒരുമിച്ച് ഒരു ടെലിവിഷൻ സെയിൽ ചെയ്തിരുന്നു, അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അതിൻ്റെ വാല്യൂ അതുപോലെ മറ്റ് പല നിർദ്ദേശങ്ങളും ഇവിടെ കാണുന്നുണ്ട്. ഇനി ഞാൻ 10 എണ്ണം വാങ്ങിച്ചിരുന്നു, 10 എണ്ണം പർച്ചേസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇൻവേർട്ട് ക്വാണ്ടിറ്റി 10 എണ്ണം എന്ന് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇതിൻ്റെ സ്റ്റോക്ക് ലെഡ്ജറിൽ കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ ഒരുപാട് ഈ സ്റ്റോക്കിൽ വരുന്ന ഓരോ ഐറ്റങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവയെ വ്യത്യസ്തമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാനായിട്ട് ഈ ഫിൽറ്ററിംഗ് സംവിധാനവും ഇവിടെ ലഭ്യമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ലെഡ്ജർ. ഇപ്പോൾ സ്റ്റോക്ക് സംബന്ധമായ റിപ്പോർട്ടുകൾ കാണാൻ നമ്മൾ സ്റ്റോക്ക് ലെഡ്ജർ എടുക്കേണ്ടതാണ്. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് ലെഡ്ജർ, നമ്മളുടെ പണപരമായ റിപ്പോർട്ട്. അത് നമുക്ക് ഇവിടെ അക്കൗണ്ട്സ് ലെഡ്ജർ എടുത്തു കഴിയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ഫിൽറ്ററിൽ ചെന്നിട്ട് നമ്മളുടെ അക്കൗണ്ട് ഹെഡ്, നമ്മൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ഹെഡിൻ്റെ പേര് നൽകുകയാണെങ്കിൽ ഇതൊരു ഡ്രോപ്പ് ഡൗൺ ആണ്. ആ അക്കൗണ്ട് ഹെഡിൻ്റെ പേര് നമ്മൾ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മളുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണമിടപാടുകളുടെ ഡീറ്റെയിലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു റിപ്പോർട്ടാണ് ഡേ ബുക്ക് രജിസ്റ്റർ. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ട്രാൻസാക്ഷനുകളുടെ റിപ്പോർട്ട്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസവും നമ്മൾ ചെയ്ത പർച്ചേസ്, സെയിൽസ്, റെസിപ്റ്റ് എന്നിവ തരം തിരിച്ച് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്ത പർച്ചേസ്, അതിൻ്റെ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. പർച്ചേസ് ഞാൻ 29,661 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. അതിൽ ഞാൻ കൊടുത്ത SGST പോയത്, അതുപോലെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഞാൻ ഈടാക്കിയത്, എനിക്ക് ലഭിച്ചത് എന്നിവയെല്ലാം ഇവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട്. ബിൽ എമൗണ്ട് അടക്കം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ ചെയ്ത സെയിൽസിൻ്റെ ഒരു റിപ്പോർട്ടാണ് ഈ കാണുന്നത്. സെയിൽസ് എത്ര രൂപയ്ക്കാണ് ഞാൻ ചെയ്തത്, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങി, അതെല്ലാം ഇവിടെ കാണുന്നു. ഇനി എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന റെസിപ്റ്റുകൾ, അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്നിവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഡേ ബുക്ക് രജിസ്റ്ററിൽ നിന്ന് ഓരോ ദിവസവും നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻ, ആർക്കെല്ലാം നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തു, എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇത്തരത്തിൽ റിസീവബിൾ പേയബിൾ റിപ്പോർട്ടുണ്ട്. എത്ര രൂപ നിങ്ങൾ റിസീവ് ചെയ്തു, എത്ര രൂപ നിങ്ങൾ ഇനി പേ ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം ഇവിടെ റിസീവബിൾ പേയബിൾ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി മറ്റ് റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. അക്കൗണ്ട് ഗ്രൂപ്പ് സമ്മറി എന്നൊരു റിപ്പോർട്ടുണ്ട്. ഇത് അക്കൗണ്ട് ഗ്രൂപ്പുകളിലെ നമ്മളുടെ വ്യത്യസ്ത ട്രാൻസാക്ഷൻ ലിസ്റ്റുകൾ നമുക്കിവിടെ കാണിക്കും. നമുക്ക് കറണ്ട് അസറ്റ്സിൽ എത്ര ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ ലയബിലിറ്റീസിൽ എത്ര ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്, സെയിൽ അക്കൗണ്ടിൽ എത്ര പൈസ വന്നിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ടിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം തരം തിരിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അതിനെക്കുറിച്ച് ഒരു നല്ല ധാരണ നമുക്ക് സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട്. ഇനി അവസാനമായിട്ടാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഈ ഡാഷ്ബോർഡാണ് നമ്മൾ ഹോം പേജിൽ തന്നെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനുകളുടെ ചുരുക്ക വിവരം നമുക്ക് ഡാഷ്ബോർഡിൽ നിന്ന് കാണാൻ സാധിക്കും. അത് നമ്മൾ ഹോം പേജിൽ ഡാഷ്ബോർഡിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ചേഞ്ചസും ഇവിടെ വരും. കണ്ടോ, ക്യാഷ് ഇൻ ഹാൻഡ്, എത്ര രൂപ നമ്മളുടെ കയ്യിലേക്ക് കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് നടത്തിയ ആ ഒരു സെയിലിൻ്റെയാണ് ഈ കാണുന്നത്. ഇനി ഓരോ സെയിലുകൾ വരുന്നതനുസരിച്ച് അത് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ട്, റിസീവബിൾ എന്തെങ്കിലും കടമായി നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഓവർ ഡ്യൂ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ ഇനി എത്ര രൂപ പേ ചെയ്യാനുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല വിവരങ്ങൾ ഇനി അതുപോലെ അങ്ങനെ ഇവിടെ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇതാണ് ബില്ലിംഗ് ബില്ലി സോഫ്റ്റ്വെയറിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇതിന് ശേഷം ഒരു QA സെഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരമാണ്.